അങ്ങനെ ബീഹാറിൽ NDA തരംഗമാണ്. കാവി തരംഗത്തിൽ RJDയും കോൺഗ്രസും ഒക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. 200-ന് മുകളിലേക്ക് സീറ്റുകളുമായി NDA അതിഗംഭീരമായ വിജയം ബീഹാറിൽ തൂത്തുവാരി എന്ന് പറയുന്നത് പോലെ വിജയം സ്വന്തമാക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. JDUവിനും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു. നമുക്ക് ഈ 2025-ലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ സീറ്റ് കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. NDA 206 സീറ്റുകളാണ് NDA വിജയിച്ചിരിക്കുന്നത്. 243-ൽ 206 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. ചിലയിടത്ത് വിജയങ്ങൾ സ്വന്തമാക്കുന്നു. മഹാഗഡ്ബന്ധൻ RJDയും കോൺഗ്രസും ചേരുന്ന മഹാഗഡ്ബന്ധൻ 30 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ്. എക്സിറ്റ് പോളുകൾ പോലും ഇത്രയും വലിയൊരു ദയനീയമായ അവസ്ഥ മഹാഗഡ്ബന്ധൻ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നില്ല. മറ്റുള്ളവർ 7 സീറ്റുകളുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുകയോ ജയിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മുന്നണിയെയും പാർട്ടി തിരിച്ചൊന്ന് വിശദമായി നോക്കാം. NDA 206 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ അതിൽ 94 സീറ്റ് BJP ാണ് ലീഡ് ചെയ്യുന്നത്. 20 സീറ്റുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 20 സീറ്റുകൾ BJP അധികം നേടുമ്പോൾ NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷി JDU ആണ്. 40 സീറ്റുകൾ അധികം നേടി 83 എന്ന ടോട്ടലിലേക്കാണ് JDU പോകുന്നത്. RJDയിൽ നിന്നാണ് ഭൂരിഭാഗം സീറ്റുകളും JDU പിടിച്ചെടുത്തത്. LJP ചിരാഗ് പാസ്വാന്റെ LJP സീറ്റുകൾ കിട്ടാൻ പോലും വലിയ ചർച്ചകളും അല്ലെങ്കിൽ ചെറിയ തോതിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ LJP ഒരു വലിയ ഫാക്ടറാണ്. അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന് കൃത്യമായ ഒരു രാഷ്ട്രീയ കളം ബീഹാറിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് LJPയുടെ കണക്ക്. 20 സീറ്റുകളാണ് LJP ലീഡ് ചെയ്യുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. 19 സീറ്റുകളാണ് അവർ അധികം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒന്നെങ്കിൽ അത് 20-ലേക്ക് എത്തുന്നു. HIM 5 സീറ്റുകൾ ലീഡ് ചെയ്യുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ RLM 4 സീറ്റുകൾ. ഇങ്ങനെയാണ് 206 സീറ്റിൽ 94 BJP, JDU 83, LJP 20 സീറ്റ്. അതാണ് അവിടുത്തെ പ്രധാന പാർട്ടികളുടെ കണക്ക്. ഇനി മഹാഗഡ്ബന്ധനിലേക്ക് വരാം. മഹാഗഡ്ബന്ധൻ RJD തന്നെയായിരുന്നു അവിടുത്തെ വലിയ പാർട്ടി. RJDയുടെ കരുത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് മഹാഗഡ്ബന്ധൻ സഖ്യം കരുതിയത്. പക്ഷേ ദയനീയമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. RJD എന്നത് 25 സീറ്റിലേക്കാണ് അവർ കുറഞ്ഞിരിക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് 50-ലധികം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 3 സീറ്റുകൾ കഴിഞ്ഞ തവണ 9 ആയിരുന്നെങ്കിൽ അത് 3 സീറ്റിലേക്ക് കുറയുന്നു എന്നത് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക്. കഴിഞ്ഞ തവണയിൽ 16 സീറ്റുകളുടെ കുറവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. CPI ML 1 സീറ്റിൽ ലീഡ് ചെയ്യുകയോ വിജയിക്കുകയോ ചെയ്യുന്നു. CPIM 1 സീറ്റിൽ മുന്നേറുന്നു. CPIക്ക് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ 30 എന്ന ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യയിലേക്ക് മഹാഗഡ്ബന്ധൻ, അതായത് മഹാസഖ്യം BJPക്കെതിരെ NDAക്കെതിരെ ശക്തമായി ബീഹാറിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട മഹാസഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ്. ഇനി മറ്റുള്ളവർ അതേഴ്സിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അവർക്ക് സീറ്റുകളിൽ വലിയ, അതായത് കോൺഗ്രസിനേക്കാൾ ഉയർച്ച അവർക്ക് നേടാൻ കഴിയുന്നുണ്ട്. 6 സീറ്റുകളാണ് AIMIM മുന്നേറുന്നത്. BSP അതേസമയം തന്നെ നിലവിൽ 1 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. JSPക്കും മറ്റുള്ളവർക്കും സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് RJDയെ സംബന്ധിച്ച് ഇരുന്ന് ചിന്തിച്ചേ മതിയാകൂ. ഇനി ഏത് നിലയിൽ അടുത്ത രാഷ്ട്രീയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകണം. BJPയെ അല്ലെങ്കിൽ NDAയെ നേരിടാൻ ഇനി എന്താണ് തങ്ങളുടെ മുന്നിലുള്ള വഴി? SIR എന്നതിനെ പഴിചാരി മാത്രം അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അതോ ദിഗ്വിജയ് സിംഗ് പറയുന്ന പോലെ താഴെ തട്ടിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച്, സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് കോൺഗ്രസ് കൂലങ്കഷമായി ചിന്തിക്കണമോ എന്നതാണ്. ഇനി നമുക്ക് ഈ വർഷങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 2020-ലെ തെരഞ്ഞെടുപ്പും 2025-ലെ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. NDAക്ക് 2020-ൽ 122 സീറ്റുകളാണ് കിട്ടിയത്. BJPയും JDUയും ചേരുന്ന NDAക്ക് 122. ആ 122-ൽ നിന്നാണ് 204 എന്ന സീറ്റിലേക്ക് അല്ലെങ്കിൽ ടോട്ടലിലേക്ക് ഈ വർഷം NDA എത്തുന്നത്. 82 സീറ്റുകളുടെ വർധനയാണ് 2020-ൽ നിന്ന് 2025-ലേക്ക് എത്തുമ്പോഴേക്കും BJP അല്ലെങ്കിൽ JDU അടങ്ങുന്ന സഖ്യം, NDA സഖ്യം സ്വന്തമാക്കുന്നത്. മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ 114 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്. വലിയ, അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അതിശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചിരുന്നതാണ് RJDയും കോൺഗ്രസും അടങ്ങുന്ന മഹാഗഡ്ബന്ധൻ. അത് 114-ൽ നിന്ന് 32 എന്ന ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് ചുരുങ്ങുന്നു. 82 സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. മറ്റു പാർട്ടിക്കാർ 7 സീറ്റ് തന്നെ കഴിഞ്ഞ വർഷവും നേടിയിരുന്നു. ഇത്തവണയും അതേ നിലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മോദിയെ സംബന്ധിച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം എന്ന പ്രചാരണ തന്ത്രങ്ങളുമൊക്കെയായി മുന്നിട്ടിറങ്ങിയ BJPക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മഹാരാഷ്ട്രയിലടക്കം ഹരിയാനയിലടക്കം നിയമസഭയിൽ നേടിയ വലിയ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിലൂടെയാണ് അവർ മുന്നോട്ട് വന്നത്. ഇപ്പോൾ ബീഹാറിൽ ആ വിജയം തുടരുമ്പോൾ അത് പ്രധാനമന്ത്രിക്ക് തന്നെ വലിയ ആത്മവിശ്വാസമാണ്, ഒപ്പം നിതീഷ് കുമാറിനും. ഇനി പാർട്ടി തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എങ്ങനെയാണ്? 2020 നിന്ന് 2025 ഏതൊക്കെ പാർട്ടികളാണ് വളർച്ച നേടിയെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാം. 74 സീറ്റുകളായിരുന്നു 2020 BJP ജയിച്ചതെങ്കിൽ 2025 വരുമ്പോൾ അത് 94ലേക്ക് 20 സീറ്റുകൾ അവർ അധികം നേടുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയണം, മുസ്ലിം മെജോറിറ്റിയുള്ള നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും NDAക്ക് BJPക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. JDU കഴിഞ്ഞ തവണ 43 സീറ്റുകളായിരുന്നു രണ്ടാമത്തെ വലിയ കക്ഷിയായി നിൽക്കുമ്പോൾ, 43 സീറ്റുകളാണെങ്കിൽ ഇത്തവണ 82ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 39 സീറ്റുകളുടെ വർധന JDUവിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതിലെടുത്തു പറയണം, BJP ഒറ്റക്കക്ഷിയായി നിൽക്കുമ്പോൾ JDUവിന് സീറ്റുകളുടെ വർധനയുണ്ടെങ്കിലും RJDയിൽ നിന്നാണ് പ്രധാനമായിട്ടും JDU അല്ലെങ്കിൽ അവർ തമ്മിലൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്ന സ്ഥലങ്ങളിലൊക്കെ JDUവിന് വലിയ മാർജിനിൽ ജയിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. RJDയെ സംബന്ധിച്ച് 75 സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതാണ്. ആ സീറ്റിൻ്റെ അത്രയും പോലും അവർക്ക് ആ മുന്നണി എന്ന നിലയ്ക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. RJD 75 നിന്ന് 26ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. 49 സീറ്റുകൾ അവർക്ക് 2020 നിന്ന് 25ലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെടുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ പതനമാണ് അടുത്തത്. 19 സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇതാ വെറും 3 സീറ്റിലേക്ക്, അത് ഒന്നായോ എന്ന സംശയം കൂടിയുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. കിട്ടിയ നിലവിലെ കണക്ക് പ്രകാരം 19 നിന്ന് 3ലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുന്നു. നഷ്ടപ്പെട്ടത് 16 സീറ്റുകളാണ്. അങ്ങനെ BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി അതിഗംഭീരമായ വിജയമാണ് BJP സ്വന്തമാക്കുന്നത്. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. വോട്ട് ശതമാനത്തിലെ വലിയ വർധന, സീറ്റുകൾ അവർ സ്വന്തം നിലയ്ക്ക് വർദ്ധിപ്പിച്ചത്. JDUവിനെ സംബന്ധിച്ചും പാർട്ടിക്കും അവർക്ക് വലിയ കരുത്താണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ സീറ്റ് വർധന അവർക്ക് നേടാൻ കഴിഞ്ഞു. പക്ഷേ BJPയുടെ മുന്നിലുള്ളത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കോ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്കോ ഇടം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഉറച്ച സീറ്റ് നിലയിലേക്ക് BJPക്ക് ഒറ്റയ്ക്ക് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞുവെന്നത്, BJP എന്നത് ഒരു വലിയ സംവിധാനമാണെന്നും അതിനെ നേരിടാൻ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഒരുമിക്കുമ്പോൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി ബോധ്യപ്പെടുന്നതാണ്.